ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വാക്കിലോതി വളർന്നു മലയാളം. സാഹിത്യത്തിന്റെ നിറവ്. എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ RS രാജീവ്. ഒരു സ്വർണമാലിക പോൽ. സാഹിത്യത്തിൻ്റെ നിറവ് ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസിഗർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ RS രാജീവ്. മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും പിതാവായ എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയെക്കുറിച്ചുള്ള പരിപാടിയുടെ ആദ്യ ഭാഗമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷാക്രമക്കണക്കേ ശരണം. നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷാക്രമക്കണക്കേ ശരണം. ജനങ്ങൾ സമസ്തരും സമ്മതിയാതെ കണ്ടീ സമർത്ഥനോതില്ലൊരു വാക്കുപോലും. ജനങ്ങൾ സമസ്തരും സമ്മതിയാതെ കണ്ടീ സമർത്ഥനോതില്ലൊരു വാക്കുപോലും. നമുക്കെഴുത്തച്ഛനെടുത്ത ഭാഷാക്രമക്കണക്കേ ശരണം. ജനങ്ങൾ സമസ്തരും സമ്മതിയാതെ കണ്ടീ സമർത്ഥനോതില്ലൊരു വാക്കുപോലും. പ്രവാചക ബുദ്ധിയോടെ ജീവിച്ച ഗുരുശ്രേഷ്ഠനാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും പിതാവായി മലയാളികളുടെ ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ആചാര്യൻ്റെ ജീവിതത്തെക്കുറിച്ചോ കാലത്തെക്കുറിച്ചോ വ്യക്തമായ ധാരണ ആർക്കുമില്ല. എന്നിട്ടും അദ്ദേഹം ഭാഷയുടെ പിതാവായി മാറി. വ്യവസ്ഥാപിതമായ ഒരു കാവ്യഭാഷയോ രചനാരീതിയോ എഴുത്തച്ഛനു മുമ്പ് ചിട്ടപ്പെട്ടിരുന്നില്ല. കൃഷ്ണഗാഥയെപ്പോലുള്ള കൃതികൾ ഉണ്ടായിരുന്നെങ്കിലും അവ ജനങ്ങളെ പൂർണ്ണമായും തൃപ്തരാക്കാൻ പോകുന്നതായിരുന്നില്ല. മണിപ്രവാളത്തിൻ്റെ ഭാഷയും പാട്ടിൻ്റെ സാഹിത്യവും എഴുത്തച്ഛൻ്റെ പ്രതിഭയും ഒത്തുചേർന്നപ്പോൾ മലയാളിക്ക് ഒരു പുതിയ ഭാഷയും സാഹിത്യവും ലഭിച്ചു. ഭാഷാപരമായ ദൃഢതയും ഭാവസംക്രമണശേഷിയും പൂർണ്ണമായും കണ്ടെത്താനാകുന്നത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം, മഹാഭാരതം എന്നീ കിളിപ്പാട്ടുകളിലാണ്. മലയാളി അന്നുവരെ ശ്രവിക്കാത്തതും എന്നാൽ അവൻ്റെ അഭിരുചിയെ കീഴടക്കുന്നതുമായ ഒരു രചനാരീതി എഴുത്തച്ഛൻ കാഴ്ചവെച്ചു. കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ. മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു. പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നനായോരു ദശഗ്രീവനെത്തതാ ചെന്നു തൊഴുതു പറഞ്ഞു ത്രിശിരസ്സും ഉന്നതനായോരതികായ വീരനും. ഒരു മലയാള ഭാഷ കിളിപ്പാട്ടുകളിലൂടെ ചിട്ടപ്പെടുത്തിയ ആചാര്യനാണ് എഴുത്തച്ഛൻ. അതിനാലാണ് അദ്ദേഹത്തെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. എഴുത്തച്ഛന് മുമ്പുള്ള മലയാള ഭാഷയുടെ ചരിത്രവും ഘടനയും അറിയുമ്പോഴാണ് ഇത് കൂടുതൽ വ്യക്തമാകുന്നത്. ദക്ഷിണേന്ത്യൻ ചേര, ചോള, പാണ്ഡ്യ നാടുകളിൽ 3 തരം തമിഴാണ് സംസാരിച്ചിരുന്നത്. പതിറ്റുപ്പത്ത്, ചിലപ്പതികാരം തുടങ്ങിയ കൃതികൾ ചേരത്തമിഴിലുള്ളതാണ്. ചേരത്തമിഴാണ് മലയാള ഭാഷയായി മാറിയത്. കേരള പാണ്ഡ്യത്തിൽ AR വിശദീകരിക്കുന്ന 6 നയങ്ങൾ ഇതിനെ അടിസ്ഥാനമാക്കിയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. 8-ാം നൂറ്റാണ്ടോടുകൂടി ആരംഭിക്കുന്ന സംസ്കൃത പ്രാകൃതങ്ങളുടെ സ്വാധീനം
മലയാള ഭാഷയെ സജീവമാക്കി. സംസ്കൃതവും ചേരത്തമിഴും കൂടി ചേർത്ത് സംസാരിക്കുന്നത് ക്രമേണ പതിവായി തീർന്നു. ശാസ്ത്രഗ്രന്ഥങ്ങളിൽ ഈ മണിപ്രവാളമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. സംഭാഷണത്തിലും നാട്യപ്രയോഗത്തിലും സാഹിത്യത്തിലും 8 മുതൽ 10 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ഈ മണിപ്രവാളത്തിന് അംഗീകാരം കിട്ടി. ക്രമേണ കൂടിയാട്ടത്തിലും മണിപ്രവാളത്തിന് പ്രാധാന്യം കിട്ടി. അങ്ങനെ മണിപ്രവാളം വ്യാപക ശൈലിയായി മാറുകയും ഭാഷയുടെ ശബ്ദഘടന തന്നെ മാറുകയും ചെയ്തു. അല്ലൽ പൂണ്ടിങ്ങനെ ഞങ്ങൾ കേഴുന്നതിലില്ലയോ ഖേദം ചെറുതു നിൻ മാനസേ കല്ലുകൊണ്ടോ മനം താവകമാകില കല്ലിനുമാർദ്രതയുണ്ടിതു കാണുമ്പോൾ അല്ലേ ഘടോൽക്കജനായ ഭീമാത്മജനല്ലോ കിടക്കുന്നതങ്ങതിനപ്പുറം നീലമല പോലെ കർണൻ പ്രയോഗിച്ച വേലും തറച്ചവൻ കാലൻ പുരിപുക്കാൻ കണ്ഠം മുറിഞ്ഞു ജയദ്രഥൻ തന്നുടൽ കണ്ടാലും അർജുനനേത ശരത്തിനാൽ എൻ മകൾ ദുശ്ശള കേഴുന്നതോർത്തുള്ളിലെൻ മനം വെന്തുരുകുന്നു ശിവ ശിവ ദ്രോണരെ സംസ്കരിച്ചോരു നിലമന കാണായതാരണനായതല്ലയോ ധൃഷ്ടതയുള്ള ധൃഷ്ടദ്യുമ്നേറ്റവും ശിഷ്ടനായോരു ഗുരുവിനെ കൊല്ലുവാൻ മറ്റൊരുത്തന്നു തോന്നിയിടുമോ മാനസേ മുറ്റുമിവനൊഴിഞ്ഞോർക്കിൽ മഹാമതേ. നിലവാരമൊത്ത ഒരു മലയാള ഭാഷ കിളിപ്പാട്ടുകളിലൂടെ ചിട്ടപ്പെടുത്തിയ ആചാര്യനാണ് എഴുത്തച്ഛൻ. അതിനാലാണ് അദ്ദേഹത്തെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. എഴുത്തച്ഛന് മുമ്പുള്ള മലയാള ഭാഷയുടെ ചരിത്രവും ഘടനയും അറിയുമ്പോഴാണ് ഇത് കൂടുതൽ വ്യക്തമാകുന്നത്. ദക്ഷിണേന്ത്യൻ ചേര ചോള പാണ്ഡ്യ നാടുകളിൽ 3 തരം തമിഴാണ് സംസാരിച്ചിരുന്നത്. പതിറ്റുപ്പത്ത് ചിലപ്പതികാരം തുടങ്ങിയ കൃതികൾ ചേരത്തമിഴിലുള്ളതാണ്. ചേരത്തമിഴാണ് മലയാള ഭാഷയായി മാറിയത്. കേരള പാണ്ഡ്യത്തിൽ AR വിശദീകരിക്കുന്ന 6 നയങ്ങൾ ഇതിനെ അടിസ്ഥാനമാക്കിയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. 8-ാം നൂറ്റാണ്ടോടുകൂടി ആരംഭിക്കുന്ന സംസ്കൃത പ്രാകൃതങ്ങളുടെ സ്വാധീനം മലയാള ഭാഷയെ സജീവമാക്കി. സംസ്കൃതവും ചേരത്തമിഴും കൂടി ചേർത്ത് സംസാരിക്കുന്നത് ക്രമേണ പതിവായി തീർന്നു. ശാസ്ത്രഗ്രന്ഥങ്ങളിൽ ഈ മണിപ്രവാളമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. സംഭാഷണത്തിലും നാട്യപ്രയോഗത്തിലും സാഹിത്യത്തിലും 8 മുതൽ 10 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ഈ മണിപ്രവാളത്തിന് അംഗീകാരം കിട്ടി. ക്രമേണ കൂടിയാട്ടത്തിലും മണിപ്രവാളത്തിന് പ്രാധാന്യം കിട്ടി. അങ്ങനെ മണിപ്രവാളം വ്യാപക ശൈലിയായി മാറുകയും ഭാഷയുടെ ശബ്ദഘടന തന്നെ മാറുകയും ചെയ്തു. നീ മകനേ ദുര്യോധന തവ പൊന്നിൻ കിരീടവും ഭൂഷണജാലവും ഉംബർകോനൊത്തൊരു വമ്പും പ്രതാപവും ഗംഭീരമായൊരു ഭാവവും ഭംഗിയും ഇട്ടും കളഞ്ഞുടനെന്നെയും എത്രയും ഇഷ്ടമായിടും പിതാവിനെ തന്നെയും പെട്ടെന്നുപേക്ഷിച്ചു പോയിക്കൊണ്ടതെങ്ങു നീ പൊട്ടുന്നിതെൻ മനം കണ്ടിതെല്ലാമഹോ പട്ടുകിടക്കമേലേ കിടക്കുന്ന നീ പട്ടുകിടക്കുമാറായിതോ ചോരയിൽ എഴുത്തച്ഛൻ്റെ കാവ്യഭാഷയെക്കുറിച്ചുള്ള പരിപാടിയിൽ കവിത ചൊല്ലിയ ശാസ്താംകോട്ട DB കോളേജിലെ ലക്ഷ്മിപ്രഭ, മുരളി പുറനാട്ടുകര, ശാരിക എന്നിവരോടുള്ള കടപ്പാട്
രേഖപ്പെടുത്തട്ടെ. എല്ലാ റേഡിയോ ബെൻസിഗർ ശ്രോതാക്കൾക്കും നന്ദി. ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വാക്കിലോതി വളർന്നു മലയാളം. സാഹിത്യത്തിന്റെ നിറവ്. എത്ര സുന്ദരം എന്റെ മലയാളം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ RS രാജീവ്. ഒരു സ്വർണമാലിക പോൽ